ഉണ്ടോ? വീട്ടിൽ കുട്ടികളുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഇവിടെ നല്ല അതിശക്തമായ ഒരു മഴ പെയ്തു കേട്ടോ, ഒരു 8 മണിയോട് കൂടിയിട്ട്, 7:30-8 മണിയോട് കൂടിയിട്ട്. അപ്പോൾ മണിക്കുട്ടിയും അതുപോലെ കുട്ടൂസും കൂടി ഉണ്ടായിരുന്നു. ഉക്രപ്പം ഉണ്ടായിരുന്നില്ല. ഉക്രപ്പം എവിടെയോ പോയി കിടന്നിരുന്നാണോ മഴയത്ത്. മഴയൊക്കെ മാറി ഇപ്പോൾ ഇതാ നല്ലൊരു അന്തരീക്ഷമായിട്ടുണ്ട്, ചെറിയൊരു വെയിലൊക്കെ ഉദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഉക്രപ്പം കയറി വന്നത്. അവൻ എവിടെയാണ് മഴയത്ത് പെട്ടുപോയെന്ന് അറിയില്ല. ഇവിടെ ആ മഴ കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. ഇവിടെ എന്നെയായിട്ട് ഭയങ്കര കളിയായിരുന്നു ഈ മുറ്റത്ത്. അത് കഴിഞ്ഞ് ഓടി കുതിച്ച് ഇങ്ങടെ കയറി ഇവിടെ വീണു. ഇവിടെ വീണിട്ട് എന്തോ അവർക്ക് കയ്യുമ്പോഴൊക്കെ എന്തോ വേദന ചെയ്യുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് അവിടെ കിടന്നോളൂ. എന്നിട്ട് പിന്നെ എണീറ്റെ. അവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞിങ്ങോട്ട് കയറിയതാ. അപ്പോൾ സ്ലിപ്പായി. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് വെള്ളം ഉണ്ടായിരുന്നു, ഇവിടെ വീണു. എന്നിട്ട് അവിടെ ആ ഒരു ക്ഷീണത്തിൽ കെടുക്കല്ലേ, ഉറക്കം വരില്ല. കണ്ണടഞ്ഞു പോകണ്ട കേട്ടാ, കണ്ണടഞ്ഞു പോകണ്ട് മണിക്കുട്ടിയുടെ ഇല്ലേ. വൈകുന്നേരം എന്തായിരുന്നു പണിയുടെ മണി? കണ്ണടഞ്ഞു പോവാ. വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു, രാത്രി 3 ആളുണ്ടായിരുന്നു ഇവിടെ. ഞാൻ കെടുക്കോളം ഒരു 1 മണി വരെയൊക്കെ 3 ആളുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് ഉക്രപ്പനൊക്കെ പോയെന്നറിയില്ല. കുട്ടൂസിന് കുറച്ച് ദിവസമായിട്ട് എന്തൊരു സുഖമില്ലാത്ത പോലെയൊക്കെ ഉണ്ട്. അതങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല. അധിക സമയം ഇവിടെ തന്നെയാണ്. അങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവണില്ല. ഉള്ള വയറ് വലുതായിണ്ടാ. ഉണ്ണോളുണ്ടാ വീട്ടില്? ഉണ്ണോളുണ്ടാ? പണി പറ്റിച്ചാ കന്നിമാസമായിട്ട്? അവള് ഭയങ്കര ഓട്ട. ഇവിടെ എപ്പം നോക്കിയാലും ഭയങ്കര കളിയാ, ചാട്ടവും ഓട്ടൊക്കെയാണ് ഇവള്. പകലായ നല്ല ഉറക്കം. നല്ല മത്സരത്തിനും പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോയിരുന്നു. ഓട്ട മത്സരത്തിനൊക്കെ ചാട്ട മത്സരത്തിനൊക്കെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോയിരുന്നു. നല്ല ഓട്ടവും ചാട്ടൊക്കെയാണ് അല്ലേ? എന്നെ കുറിച്ച് തന്നെയാ പറയണത്, എന്നെ കുറിച്ച് തന്നെയാ പറയണത് കേട്ടാ, എന്നെ കുറിച്ച് തന്നെയാ പറയണത്. ചക്കര എന്തൊരു കിടത്തത് ഇറങ്ങിക്കോട്ടാ, ഇറങ്ങിക്കോ. ഇവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. ഈ സ്റ്റെപ്പിൽ അവള് രാത്രിയിൽ മുഴുവൻ കിടന്ന് ഉറങ്ങും. കടിക്കാൻ വരണോ? അടി കിട്ടുണ്ടായിരിക്കുന്നു. ഒഴിയാത്ത എപ്പോഴാവും കൈയെടുക്കുമ്പോഴാവുണ്ട് അവളിങ്ങനെ ഒഴിഞ്ഞു നിൽക്കണം. മതി കേട്ടാ, മതി കേട്ടാ. ഇനി ഉക്രപ്പനെ കെട്ടിയിടട്ടെ. ഉക്രപ്പനെ കെട്ടിയിടേണ്ട സമയമായിട്ടുണ്ട്. 10 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തത്തകൾ അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് തത്തയുടെ കരച്ചിൽ കേൾക്കണ കേട്ടോ. നീയേ തത്തയുടെ കരച്ചിൽ കേൾക്കണ കേട്ടോ. അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ. നിന്നെ കുളിപ്പിക്കണം. ഇനി നിന്നെ കുളിപ്പിക്കണം. നിന്നെ മണെടുക്കുന്നുണ്ട്. ഉക്രപ്പനെ മാത്രമേ കുളിപ്പിച്ചിട്ടുള്ളൂ. ചെവി കടിക്കണ്ട. നോക്കട്ടെ, ചെവിയുടെ ഉള്ളിൽ കിട്ടാൻ നോക്കട്ടെ. ചെവിയുടെ ഉള്ളിലൂടെ കടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കടിക്കുക. ഇല്ല, ചെവിയുടെ ഉള്ളിൽ കടിക്കണം. ഇവിടെയൊക്കെ ചൊറിയണ്ട, ഇവിടെയൊക്കെ ചൊറിയ. അടി കിട്ടും. ഒഴിയാത്ത എപ്പോൾ കാണിക്കുന്ന ആള്. ഒഴിച്ചിൽ നിർത്തുമ്പോഴാണ് അങ്ങനെ ഒഴിയാനാ. എന്തിയാ അങ്ങനെ ഒഴിയാനാ? ഉക്രപ്പം നല്ല ഉറക്കാട്ടാ. അവൻ എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് വന്ന് നല്ല ഉറക്കാം. അവൻ ഈച്ചകൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈച്ച അവൻ്റെ മേത്ത് ഇങ്ങനെ അരിക്കുമ്പോൾ അവന് ഒരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഇവനും ഉറക്കമാണ്. എന്താ ഇങ്ങനെ ആക്കാനാ? എന്തിയാ ഇങ്ങനെ ആക്കാനാ? അടി കിട്ടും നിനക്ക് കേട്ടോ, അടി കിട്ടും. നിനക്ക് കുറുമ്പത്തിരി കൂടിയുണ്ട് കേട്ടാ, കുറുമ്പത്തിരി കൂടിയുണ്ട്. ഇനി ഉക്രപ്പനെ കെട്ടിയിടണം. മണീനെ കെട്ടിയിടണ? മണീനെ കെട്ടണ? ഉക്രു വന്നേ. തലപൊക്കെ. മണീനെ കെട്ടണ? ഉക്രപ്പനെ നല്ല ടൈറ്റിൽ കെട്ടിയിരുന്നിട്ടില്ല. ഞാൻ ഊരിപ്പോയി. പട്ട കഴുത്തി കൂടെ ഊരുക. അവന് എപ്പോഴാണ് തോന്നണ വെച്ചാൽ അവൻ ഊരിപ്പോയി. അപ്പൊ ഞാൻ സ്വല്പം ടൈറ്റാക്കിയിട്ട് കിട്ടും. വേടാ
നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. വാ, വേനിക്കുമ്പോൾ കെട്ടിയാൽ മതി. അപ്പോൾ തൽക്കാലം ജല്ലമ്മ കിട്ടും. കുറച്ച് നീട്ടത്തിൽ കെട്ടിയിട്ടാ അവന്. ഈ ജല്ലമ്മ ആരെങ്കിലും വരികയാണെങ്കിലോ അപ്പോൾ വേനിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് താഴ്ത്തി കെട്ടിയിടാം. ചെടികൾ നശിപ്പിക്കുന്നില്ല. തൽക്കാലം അവനെ എവിടെയാണ് കെട്ടണത് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് കാർ പോർച്ചിലേക്ക് മാറ്റി കെട്ടും. നിങ്ങളുടെ ആൾക്കാരൊക്കെ അറിയാൻ കയറി വരുമ്പോഴേ ഇവിടെ 3 നായ്ക്കൾ കിടക്കല്ലേ. നമ്മുടെ അപ്പന് സുഖമില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇടയ്ക്ക് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഒരു 3 നാളോട് കിടക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആണല്ലോ. ഡിസ്റ്റർബൻസ് അല്ല, ആൾക്കാർക്ക് പേടിയാവും ഇവരെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഉക്രപ്പനെ കുറച്ച് കഴിഞ്ഞിട്ട് കാർ പോർച്ചിലേക്ക് കെട്ടുട്ടാ. അപ്പോൾ കുട്ടുവ കാറിൻ്റെ അടിയിലേക്ക് ഉക്രപ്പനെ അങ്ങോട്ട് കെട്ടിയാൽ കുട്ടു ഇവിടുന്ന് കാറിൻ്റെ അടിയിലേക്ക് മാറിക്കിടക്കും. അവനിപ്പോൾ വേണ്ടി മാറ്റി കിടക്കാം. വേണ്ട അങ്ങോട്ട് പോയേ എൻ്റെ സ്ഥലത്തേക്ക് പൊക്കോ ചെല്ലേ. അങ്ങോട്ട് പൊക്കോ. അങ്ങോട്ട് പോടാ. അത് പുറത്തതാണ് അങ്ങനല്ലേ. അതിപ്പോൾ പുതിയതുണ്ടായതാണോ എന്ന് സംശയമുണ്ട്. ഇതൊന്നുമല്ല, അത് ആകെ എന്തൊക്കെയോ പരിക്കുകളും കാര്യങ്ങളും ഉണ്ട്. അവനാണ് ഒന്നിനും സമ്മതിക്കില്ല, അനുവദിക്കില്ല അവൻ. കണ്ട് നടക്കുമ്പോൾ തന്നെ സുഖമില്ലാത്ത പോലെ നടക്കുന്നത്. നീ മതി കേട്ടോ, കളിക്കാം. നമുക്ക് കളിക്കാം കുറച്ച് നേരം. വാ ഇടുക. ഇതെടുത്തോണ്ടാ, അതെടുക്കടി പോയിട്ട്. പപ്പ കുഴി അത്രേ ഉള്ളൂ. എടുത്തോണ്ടാ ഇതാ കളിക്കാം. കളിക്കണില്ലേ? ഉറക്കം വന്നവർക്ക് കളിക്കണ്ട. നീ കളിക്കണ്ട. എനിക്ക് സമയമില്ലാത്ത സമയത്ത് കളിക്കാൻ വരരുത് കേട്ടോ. എനിക്ക് സമയമുണ്ട്. ഉക്രപ്പൻ്റെ നല്ല ഫേവറേറ്റ് പ്ലേസ് വാതുക്കെ. ഉക്രപ്പ അങ്ങോട്ട് മാറി കിടന്നു. അവൻ അവിടെയാണ് കിടക്കുക. അവൻ്റെ ഇഷ്ടപ്പെട്ട അവന് അധികം സമയം കട്ട്ലയുടെ അവിടെ കിടക്കുന്നത്. തല കട്ട്ലാമ്മ വെക്കും. വാതിലിൻ്റെ കട്ട്ലാമ്മലാണ് തല വെച്ച് കിടക്കുക. അമ്മയ്ക്കാണെങ്കിൽ അതിന് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി കെട്ടും. ഇപ്പോൾ അവിടെ കെടുക്കല്ലേ എന്ന് കരുതിയിട്ടാ. ഇവിടെ വെച്ചെടുത്താൽ മതി. പുറത്ത് ഇവിടെ വെച്ചെടുക്കും. ആർക്കും വേണ്ട, കുട്ടൂനാർക്കും ഭക്ഷണം വേണ്ട. ഒരു എല്ലും കഷ്ണം കാണിച്ചു കൊടുക്ക് പപ്പ. ഒരു എല്ലും കഷ്ണം എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ വരും. അയക്കണ്ട, അയക്കണ്ട. അടുത്ത് എടുത്തില്ലേ പാർക്കോടി അമ്പലത്തിൻ്റെ അവിടെ.
വന്ന് അവർ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം 3 പേർക്കും കൊടുത്തു വിട്ടാ. അപ്പോൾ ഭക്ഷണം കൊണ്ടുവരുമ്പോഴൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല ഭക്ഷണത്തിനോടൊന്നും. നിർബന്ധിച്ച് കഴിപ്പിക്കണ പോലെ ഇപ്പോൾ കഴിപ്പിക്കുന്നത്. മണിക്കുട്ടി വന്നിട്ടുണ്ട്, നിർബന്ധിച്ച് വന്നിട്ട് കഴിക്കുകയാണ്. കുട്ടൂസും വന്നിട്ടുണ്ട്. കുട്ടൂസിന് പിന്നെ അത്ര പ്രശ്നമില്ല, അവൻ ഭക്ഷണം കണ്ടാൽ വന്ന് കഴിച്ചു തുടങ്ങും. മണിക്കുട്ടിക്കും ഭയങ്കര ടൈറ്റാണ് ഭക്ഷണം കഴിക്കാൻ. ഉക്രപ്പ എണീച്ച് നോക്കുക പോലും ചെയ്തിട്ടില്ല. ഞാനൊരു എല്ലെടുത്തിട്ട് അവൻ്റെ വായയിലേക്ക് കൊടുത്തു. അവൻ തൊട്ട് നോക്കിയില്ല, അത് തിരിഞ്ഞ് നോക്കുകയും ചെയ്തില്ല. എന്താ പറ്റിയാണോ അവന്? ഉച്ചയ്ക്കൊക്കെ ഇന്നലെ 2-3 ദിവസമായി എന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ തീരെ കഴിക്കുന്നില്ല. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ ഈ കുറച്ച് നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും ഞങ്ങളെ വാച്ച് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.